യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആരുമില്ലേ? ഓ വാതിലോർക്ക് ഇവിടെ ആരുമില്ലേന്ന്. ഇവിടെ ഉള്ളവരുടെ ചത്തോ അതോ പേടിച്ചൊളിച്ചിരിക്കുകയാണോ? ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച് എന്നെ കണ്ടിട്ട് എല്ലാവരും വാതിലടിച്ച് അകത്തൊളിച്ചിരിക്കുമായിരുന്നു. ഈ വീട്ടിലുള്ളവർക്ക് ഇയാളെ കണ്ട് ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ? അല്ല, വീടൊന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ? എനിക്ക് വീടൊന്നും മാറിയിട്ടില്ല. രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിലും പകൽ വെളിച്ചത്തിലായി ഈ രവി വന്നത്. അങ്ങനെ വരൂ. നീയേ നിന്റെ ഏട്ടനെ ഒന്ന് വിളി, ഇന്ദ്രനെ. ഞാൻ അവനെ കാണാനാ വന്നത്. ഏട്ടൻ ഇവിടെ ഇല്ല, വേറൊരു സ്ഥലം വരെ പോയിരിക്കാം. ഇന്നിന് വരില്ല. അത് ശരി. ഓഹോ, എങ്കിൽ എനിക്ക് അനുപമയൊന്ന് കണ്ടാലും മതി. എനിക്ക് പറയാനുള്ളത് ഞാൻ അനുപമയോട് പറഞ്ഞോളാം. ഏട്ടനും ഏടത്തി ഒരുമിച്ചാ പോയത്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നാ പിന്നെ നിന്റെ ഏട്ടനോട് എന്നെ എന്റെ കുടുംബത്തെയും ഒരുപാട് സഹായിക്കണ്ടെന്നങ്ങ് പറഞ്ഞേക്ക്. എന്നെ ഒരു ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അവനത് പറ്റില്ല. പിന്നെ അവനെന്തിനാ അഡ്വക്കേറ്റിനെ കാണാൻ പോയി എന്നെ ബലമായി പിടിച്ച് വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുപോയേ? ഞാൻ എന്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്താ ഇന്ദ്രന് എന്താ നഷ്ടം? അവൾ അവന്റെ സഹോദരിയൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുവദിക്ക് ഇതൊക്കെ അറിയാവോ? പിന്നെ അറിയാതെ. അന്ന് അവിടെ വെച്ച് അനുഭവം കൂടിയാ എന്നെ നിർബന്ധിച്ച് ഹർഷയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ഇനി ഒരുമിച്ച് പോയാൽ ശരിയാവില്ല. രണ്ടും രണ്ടു വഴിക്കായ രണ്ടാൾക്കും സ്വസ്ഥത കിട്ടും. എന്തിനാ വെറുതെ ഒരുമിച്ച് രണ്ടാളുടെയും ജീവിതം മുരടിപ്പിക്കുന്നേ? അതുകൊണ്ട് അതിന് മെനക്കെടണ്ടെന്ന് ഇന്ദ്രനോടും അനുപമയോടും റിക്വസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് പിരിയണമെന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? നീ കല്യാണം കഴിച്ച ഉടനെ നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോകാൻ എന്താ കാരണം? ഇതൊന്നും ആരോടും ചോദിക്കാൻ പാടില്ലടോ. ആണായി പറഞ്ഞവന് ഉത്തരം പറയാൻ പറ്റില്ലാത്ത ചോദ്യങ്ങൾ അതൊക്കെ. ഞാനൊരു മ്യൂച്വൽ ഡിവോഴ്സാ ഉദ്ദേശിച്ചേ. പക്ഷേ അതിന് അവള് സമ്മതിച്ചില്ല. അതിന് കാരണക്കാരൻ നിന്റെ ചേട്ടൻ ഇന്ദ്രനാ. ഇന്ദ്രേട്ടനോ? അതേടാ, അവനും അനുപമയല്ലേ ഹർഷയുടെ വെൽ വിഷേഴ്സ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബന്ധം പിരിയാൻ പാടില്ലെന്ന് അവരവളെ ഉപദേശിച്ചു. ഒരിക്കലും പിരിയാത്ത മാതൃകാ ദമ്പതിമാരാണല്ലോ ഇന്ദ്രനും അനുപമയും. അതൊക്കെ നാട്യമാണെന്ന് എനിക്കറിയാം. ഇന്ദ്രനല്ലേ മോൻ. പണ്ട് സച്ചി സാറിന്റെ കടയിലെ സെയിൽസ്മാൻ ആയിരുന്നു ഇവൻ. ഇപ്പൊ വലിയ മുതലാളി ആയത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ഹലോ, ഇതുവരെ ഇയാൾ പറഞ്ഞത് മുഴുവൻ ഒരു മര്യാദയുടെ പേരിൽ ഞാൻ കേട്ടു നിന്നു. ഇനി എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് ഇവിടെ വെച്ച് വേണ്ട. എടാ, ഇത് അവളുടെ ഭർത്താവല്ലേ, നമ്മുടെ ഹർഷയുടെ. കണ്ടോ, നമ്മുടെ ഹർഷ. നിങ്ങളൊക്കെ അവളുടെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. കാരണം അവളെല്ലാരെയും കൈയൊഴിഞ്ഞ് സഹായിക്കുന്നവളാണല്ലോ. അവളുടെ സഹായം ഞങ്ങളുടെ പട്ടിക്ക് പോലും വേണ്ട. ഭാര്യ മറ്റുള്ളവരെ സഹായിച്ചതിന്റെ കണക്കെടുക്കാൻ വന്നാണോ നീ? അതൊന്നും അല്ല ഭാനുമേ, പുള്ളി കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. അതിന്റെ മൂഡിൽ എന്തൊക്കെയോ പറയുന്നതാ. ഇയാൾ പോവാൻ നോക്ക്. ഏട്ടനും ഏടത്തിയും വരുമ്പോ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. അവരെ കൊണ്ട് ഇയാൾക്കിനി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? എടാ, നീ പറഞ്ഞ നിന്റെ ഏട്ടൻ അനുസരിക്കുവോ? എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോടാ? ഇല്ലടാ. ഇന്ദ്രൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് എനിക്കറിയാം. ഞങ്ങളെ ബിസിനസ്സിൽ പാർട്ട്ണർ ആകണമെന്ന് അവന്റെ അമ്മ പറഞ്ഞിട്ട് പോലും അവൻ അനുസരിച്ചിട്ടില്ലല്ലോ. പിന്നെയല്ലേ നീ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അവൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ നേരിട്ട് കണ്ടോളാം. നീ ഒന്ന് സൂചിപ്പിച്ചാ മതി ഹർഷയുടെ ഹസ്ബൻഡ് വന്നു കേട്ടോ. എന്താടാ സത്യം ഇതൊക്കെ? പുതിയ എന്തെങ്കിലും നൂലാമാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന് ഏട്ടനോട് തന്നെ ചോദിക്കണം. എടാ, ഇതൊരു വള്ളിക്കെട്ട് തന്നെ ആവാൻ ഇടയുണ്ടെന്നാ എനിക്ക് തോന്നുന്നു.
നീ എത്തിയോ? നിങ്ങൾ സോനയും കൂട്ടിക്കൊണ്ട് വരാൻ നിന്ന് കാണുമല്ലേ? ആ അതേമ്മേ. അനിയത്തി ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടിട്ട് എന്തു തോന്നി? ആദ്യം വിഷമം തോന്നി. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് സോന ജോലി ചെയ്യുന്ന കാണുമ്പോ ഒരു ചേട്ടനെന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നുമല്ലോ. പിന്നെ മനസ്സിലെവിടെയോ സോനയെക്കുറിച്ച് ഓർത്ത് ഒരു അഭിമാനവും തോന്നി. ഇത്രയും നന്നായി അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ വലിയ സന്തോഷമായി. ആ അല്ലേലും എന്റെ മക്കൾ എവിടെ ചെന്നാലും ഒന്നാമതാവണം. ആർക്കും നിങ്ങളെ ഒന്നിലും തോൽപ്പിക്കാൻ പറ്റരുത്. അമ്മ എന്തിനാ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ അത് ശരി, ഞാൻ പറഞ്ഞു വിട്ടൊന്നുമല്ല, അവരവരുടെ ഇഷ്ടത്തിന് വന്നതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ? എന്താ അമ്മ ഇത്? ഓ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മേ, കുട്ടികൾ എന്തേ? അവരകത്തുണ്ട്. വഴക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അവരെ എന്റെ കൊച്ചുമക്കളാ. എന്റെ അടുത്ത് അവരൊരു കുഴപ്പം ഉണ്ടാക്കൂല. അമ്മേ, സോനയ്ക്ക് നാളെ അവധിയാ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്രയ്ക്ക് പോയി സന്തോഷമായിട്ട് തിരിച്ചു വരാം. ആ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ശരി, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ആ പക്ഷെ ഒരു കാര്യം, പോകുന്ന വഴിക്ക് ഇവളുടെ ബന്ധുക്കളെ ആരെങ്കിലും കാണാനോ വണ്ടി കയറ്റാനോ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. ഒരു ദിവസം സന്തോഷിക്കാൻ പോയിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ, സാരമില്ല, വിട്ടുകള. നീ വാ. അവളെ രണ്ടാമത് ഗർഭിണിയായ ശേഷം അവൻ അവളോടുള്ള സ്നേഹവും കരുതലും വല്ലാതെ കൂടിയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ ആൺമക്കളുടെ മനസ്സ് ഒരിക്കലും എൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോവല്ലേ. ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തേക്കാവേ. ഈശ്വരനെ പ്രാർത്ഥിക്കേ. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ, വേഗം വരാം. ചേട്ടാ, സത്യനില്ലേ? സത്യൻ സാർ ഇപ്പൊ പുറത്തു പോയതാ, ഉടനെ വരും. ഇരിക്കും. എവിടെയൊക്കെ പോയെന്നറിയോ? ഓട്ടോ വെയിറ്റ് ചെയ്യാ. ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അയ്യോ, സാറ് ഫോൺ എടുത്തിട്ടില്ല, ഇവിടെ ഇരിക്കേ. ഓ, ഇപ്പൊ ഒരു കോള് വന്നിരുന്നു. ചിലപ്പോ അപ്പുറത്തെ ചായക്കട കാണും. നിങ്ങൾ ഇരിക്കേ, ഞാൻ വിളിക്കാം. ശരി. ഇന്ദ്രേട്ടൻ. ഹലോ. ആ സത്യ, നീ എവിടെയാ? സത്യനല്ല, വിനയനാ. വിനയനോ? സത്യനെവിടെ? നിന്റെ വീട്ടിലാണോ അവൻ? എന്റെ വീട്ടിലവൻ വരാൻ സാധ്യതയുണ്ടെന്ന് നിനക്കറിയാം അല്ലേ?
വിനയ, സത്യന്റെ ഫോൺ അങ്ങനെ നിന്റെ കയ്യിൽ വന്നു? നീ സത്യന് ഫോൺ കൊടുക്ക്. പേടിക്കണ്ടടാ, ഞാൻ സത്യനെ കാണാൻ ഓഫീസിലോട്ട് വന്നതാ. അവൻ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് ചായ കുടിക്കാൻ അങ്ങനെ പോയിരിക്കുക. ഇപ്പൊ വരും. നീ എന്തിനാ വയ്യാതിരിക്കുമ്പോ ഓഫീസിൽ വന്നത്? എന്താ കാര്യം? എനിക്ക് വയ്യാത്തതിന്റെ ഉത്കണ്ഠയാണോ അതോ ഞാൻ നിന്റെ അനിയനെ വല്ലതും ചെയ്തു കളയുന്നുള്ള പേടിയോ? പേടിയോ? നിന്നെയോ? നീ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ വിനയ. സൗകര്യമില്ലടാ. ഹലോ 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 വെച്ചിട്ട് പോയാ നാറി. ഇന്നലെ രാത്രി മുഴുവൻ കുത്തിവെച്ചിട്ടും ചാർജ് കയറിയിട്ടില്ല. എങ്ങനെ കയറും? ആ വീട്ടിൽ നേരാമണ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. പിന്നെയല്ലേ? അയ്യോ, അമ്മേ. നീ ഇവിടെ നിൽക്കുവാണോ ഇന്ദിര? ഭാര്യയ്ക്ക് കൂട്ടായിട്ട് വണ്ടി പോയിരിക്കാത്ത എന്താ? അമ്മ, ആ, ഞാൻ അമ്പലത്തിൽ പോയി നിനക്കും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോരെ? അതല്ലമ്മേ. ഏട്ടാ, നമുക്ക് എളുപ്പം പോവാം. ചർച്ചയൊക്കെ വീട്ടിലെത്തിയിട്ട് നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയല്ലേ വന്നത്. ഏട്ടത്തിക്ക് ഇപ്പൊ അതാ ആവശ്യം. രണ്ടാളും വന്നേ, വാ. ബാ, പോലെ നിൽക്കുന്നുണ്ട്. ആ, സത്യനെ ഇന്ദ്രൻ വിളിച്ചിരുന്നു. ഞാൻ അടുത്ത് സത്യൻ ചായ കുടിക്കാൻ പോയിന്ന് പറഞ്ഞു. കോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയോ? ഏയ്, ഞാൻ വെറുതെ ഫോൺ എപ്പോഴും നമ്പർ ലോക്കിട്ട് വെക്കണം സത്യ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യും. അത്തരക്കാരൊന്നും ഈ ഓഫീസിൽ വരാറില്ല വിനയ. പിന്നെ വിനയൻ ഇതിലൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുവരെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഞാനാരെയും പറ്റിച്ചിട്ടില്ല. അല്ല, വിനയൻ എന്താ ഈ വഴിക്ക്? ഞാൻ സത്യനോടൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. താങ്ക്സോ? അതെ, പല സമയത്തും ഞാൻ സത്യനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ അതൊന്നും മനസ്സിൽ വെക്കാതെ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ബാക്കിയെല്ലാം മറന്ന് സത്യൻ എന്നെ സഹായിക്കാൻ തയ്യാറായില്ലേ? ഈ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല സത്യം. വിനയം പറയുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ അങ്ങനെയാ, ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന് കേട്ടു. അങ്ങനെ ആയിരിക്കണം സത്യ. അത്തരക്കാർക്ക് എന്നും ഉയർച്ചയുണ്ടാവും. അതെ, എൻ്റെ കാര്യം തന്നെ നോക്കും. കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ ഒരു കൈയും കാലം തളർന്നു. നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിൽ ചെറിയൊരു ബാധ്യതയുള്ളത് ഉടൻ തീർത്തില്ലെങ്കിൽ കട ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള അവസ്ഥയിലായി. എന്നേക്കാൾ പ്രായം കൊണ്ട് സത്യം കുറച്ച് താഴെ ആയിരിക്കാം, പക്ഷേ മനസ്സുകൊണ്ട് നീ വലിയൊരു മനുഷ്യനാ സത്യ, വലിയ മനുഷ്യൻ. അതാ ഈ അവസ്ഥയിലും ഇവിടെ വരെ വന്ന് നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. വിനയ, എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ ചൊവ്വ പറയും. അല്ലാതെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചാൽ എനിക്ക് നല്ല ആർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ വിനയൻ ഒരു സഹായവും ചെയ്തിട്ടില്ല. പിന്നെ ഏത് സഹായത്തിന്റെ പേരിലാ വിനയൻ എന്നോട് നന്ദി പറയുന്നത്? ശരിക്കും സത്യൻ അറിയാത്തതാണോ അതോ എന്റെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ? എനിക്ക് ഈ അഭിനയിക്കാനൊന്നും സമയമില്ല. ഇവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്. വിനയൻ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ശരി, ഒറ്റ വാക്കിൽ പറയാം. എന്റെ ഷോപ്പ് എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചീരുവിന് നീ 2.5 ലക്ഷം രൂപ കൊടുത്തില്ലേ? ഞാൻ ചീരുവിന് 2.5 ലക്ഷം രൂപ കൊടുത്തുന്നോ? അതെ, നീ തന്നെയാ കൊടുത്തത്. അത്രയും തുക നീ അല്ലാതെ വേറെ ആരും അവൾക്ക് കൊടുക്കില്ല. വിനയ, സത്യമായിട്ട് ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ചീരു എന്നോട് പൈസ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? അവള് പറയില്ലല്ലോ. പക്ഷെ നീ കൊടുത്ത 2.5 ലക്ഷം രൂപ കൊണ്ട് അവള് കടം വീട്ടി ഷോപ്പ് നിലനിർത്തി. അവളത് പറയാത്തത് കൊണ്ട് തന്നെ
അത് നീയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. വിനയ, നീ സത്യം പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല സത്യം. പക്ഷെ എനിക്ക് സത്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. വിനയ, ഇതുവരെ ഞാൻ നിന്നോട് മര്യാദയ്ക്കാ സംസാരിച്ചത്. എനിക്ക് യാതൊരു അറിവില്ലാത്ത കാര്യത്തിന് നീ ഇവിടെ വന്നതെന്ന് വെറുതെ എന്റെ സമയം കളയാ. വിനയം പോവാൻ നോക്ക്. എന്നെ വിരട്ടി വിടാവുന്നൊന്നും നീ കരുതണ്ട സത്യ. ഞാൻ ചീരുവിനെയും കൂട്ടി ഇവിടെ വരും. അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും, അല്ലെങ്കിൽ അവള് പറയും. ചേട്ടാ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം. ഹലോ, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ സമയം കളഞ്ഞില്ലേ? എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. കാശ് എന്നിട്ട് വയ്ക്കൂ. ആ, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ചേട്ടാ? ഞാനൊരു വയ്യാത്ത ആളല്ലേ. ഞങ്ങളെ പോലെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്തൂടെ? ഇത് ശരിയാവൂല. ഇനി ഇവിടുന്ന് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങിയിട്ട് വേറെ വല്ലയിടത്തും പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. തനിക്ക് ഓടിയതിന്റെ കാശ് വേണമെങ്കിൽ എനിക്ക് ഉള്ളിലോട്ട് പോകണം. എന്റെ ഭാര്യ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് വേണം തനിക്ക് തരാൻ. ഓരോരോ തലവേദനകളും. വേഗം പോട്ട് വാ. ആ, ഓക്കെ സാർ. ആ ഡേറ്റ് ഞാൻ കുറിച്ച് വെച്ചേക്കാം. ആ, സാർ നാളെ വന്നാൽ മതി. സാർ, എനിക്കൊരു എമർജൻസി കോൾ വരുന്നുണ്ട്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ പ്ലീസ്. ആ, ഓക്കെ, താങ്ക് യു സാർ. ആ, ചേരൂ. അതെ, ഞാൻ വേറൊരു കോളിലായിരുന്നു. എന്താ സത്യത്തെ വിളിച്ചേ? ഞാൻ മാനേജറുടെ ക്യാബിനിൽ ഒരു മീറ്റിംഗിലായിരുന്നു. ഫോൺ എടുത്തിരുന്നില്ല. ചീരു, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. ചീരു ഇപ്പൊ ഫ്രീ ആണോ? മീറ്റിംഗ് കഴിഞ്ഞു, ഇപ്പൊ ഫ്രീയാ, പറഞ്ഞോ. അതെ ചിരു, തുടർച്ചയായിട്ട് ഞാൻ 3-4 തവണ വിളിച്ചെന്താന്ന് വെച്ചാ എന്റെ ഭാര്യ 3-4 തവണ വിളിക്കാൻ നീ ആരടാ? അങ്ങോട്ട് മാറിക്കടി. ഇവളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇന്ന് തുനിഞ്ഞിറങ്ങിയത്. നിനക്കും എന്റെ ഭാര്യക്കും തമ്മിൽ എന്താടാ ബന്ധം? ഇവളെ വിളിച്ച് കൊഞ്ചാനാണോടാ നീ ഇവക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്? വിനയ, ദയവിത് നീ അവിടെ വെച്ച് ചീരുവിനെ നാണം കെടുത്തരുത്. എന്റെ ഭാര്യയുടെ പുറകെ നടന്ന് നിനക്ക് എന്നെ നാണം കെടുത്താം. ഞാനത് അവളോട് ചോദിക്കാൻ പാടില്ല. അല്ല, മാറില്ല അങ്ങോട്ട്. എടാ തെണ്ടി, നീ എന്താടാ വിചാരിച്ചത്? എന്റെ ഒരു കൈയും കാലും തളർന്നെന്ന് വെച്ച് എന്റെ ഭാര്യയെ നിനക്ക് കൊണ്ടു നടക്കാവുന്നോ? ഇങ്ങനെ പോയാ നീ എന്റെ വീട്ടിൽ കയറി നിരക്കല്ലോടാ. നിർത്തണം നായേ, ഇത്ര അറിവ് കെട്ടവനാണ് നീ. അതേടാ, ഞാൻ അറിവ് കെട്ടവനാ. എനിക്കറിവില്ല, അന്തസ്സില്ല, മാനമില്ല, മര്യാദയില്ല. ഇപ്പതേ ഒരു കാലുമില്ല, ഒരു കയ്യുമില്ല. അതുകൊണ്ട് നിനക്കും ഇവക്കും കൂടുതൽ സൗകര്യമായല്ലോ അല്ലേ? ഹലോ ഹലോ, എന്തിനാടി അവൻ നിന്നെ വിളിച്ചത്? രണ്ടാളും കൂടി ഇന്ന് എവിടെ പോകാനായിരുന്നു തീരുമാനിച്ചത്? ഞങ്ങൾ ഇതെന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? ഭ്രാന്ത് പിടിച്ചത് എനിക്കാണോടി? ഓഫീസിൽ വന്നാൽ ഈ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാരും ഇവിടെ അതൊക്കെ തന്നെയല്ലേ ചെയ്തത്? നീയോ? നിങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് വരുന്നത് ജോലി ചെയ്യാനല്ലേ? ഇവളെ പോലെ ആരെങ്കിലും ഇവിടെ കണ്ടവന്മാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? എന്താ സാർ ഇതൊക്കെ? ഒരു ഓഫീസിൽ വന്ന് സ്വന്തം വൈഫിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഓ, നീയൊക്കെ ഇവളുടെ സൈഡിലല്ലേ നിൽക്കൂ. പെണ്ണല്ലേ വർഗം. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ ഹസ്ബൻഡ് ഒരു ആണാണെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കൂ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇവളുടെ ഭർത്താവാ. ഒരു കൈയും ഒരു കാലും അനങ്ങാത്ത ഞാൻ വീട്ടിലിരിക്കുമ്പോ ഇവൾ ഇവിടെ വന്ന് കൂത്താടുന്നത് ന്യായമാണോ? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സഹിക്കോ? ചിലങ്ക, എന്താ ഇത്? ഓഫീസോ അതോ മാർക്കറ്റോ? മിസ്റ്റർ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തീർക്കണം. ഇവിടെ ഇതൊന്നും പറ്റില്ല. ഇയാളെ ആരാ ഇതിന്റെ അകത്തേക്ക് കയറ്റിവിട്ടത്? എങ്ങനെ? എന്റെ ഭാര്യയെ കാണാൻ എനിക്ക് വരാൻ പാടില്ലെന്നോ? അത് എവിടുത്തെ ന്യായ? വീട്ടിൽ നിന്നല്ലേ ഭാര്യ ഇങ്ങോട്ട് വരുന്നത്. 5 മണി കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വരും.
ഓഫീസ് ടൈമിൽ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഓ ഒരു ഓഫീസ്. നിങ്ങൾ ഇവൾക്ക് ജോലി കൊടുത്തെന്ന് വെച്ച് 5 മണി വരെ ഇവള് നിങ്ങൾക്കുള്ളതാണോ? നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് ബഹളം വെക്കരുത് പ്ലീസ്. അത് ഈ കുട്ടിയുടെ ജോലിയെ ബാധിക്കും. നിങ്ങളൊന്ന് പുറത്തു പോകും പ്ലീസ്. ഇവൾക്ക് ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരുങ്ങി കെട്ടി ഇറങ്ങി കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാനുള്ള ഒരു മറ മാത്രമായി ഇവയ്ക്ക് ജോലി. ഇവള് ജോലിക്കെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഏതോ ഒരു തെണ്ടി ഇവക്ക് 2.5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഒരുത്തിക്ക് ഇത്ര വേഗം 2.5 ലക്ഷം രൂപ കിട്ടാൻ ഈ ഓഫീസിൽ എന്ത് ഏർപ്പാടാ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാ ഒന്നുകളെ നിന്നെ ഞാൻ കൊല്ലച്ച കൊല്ല്, എന്നെ കൊല്ല്. ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? കൊല്ല്, എന്നെ കൊന്നേക്ക്. എനിക്ക് മടുത്തു. മോളെ സാരല്ലേ, എല്ലാവരും ക്ഷമിക്കണം. ഇവൻ ചേരുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. എന്റെ മരുമോള് ഒരു തെറ്റും ചെയ്യാത്ത സത്യസന്ധയായ പെൺകുട്ടിയാ. ഇവനാ സംശയരോഗി. കല്യാണം കഴിഞ്ഞതു മുതൽ ഇവൻ ഇവളെങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇവിടെ പറഞ്ഞൊന്നും ദയവ് ചെയ്ത് നിങ്ങളാരും വിശ്വസിക്കരുത്. എന്റെ മകന് വേണ്ടി ഞാൻ ഈ ഓഫീസിലുള്ള എല്ലാരോടും മാപ്പി ചോദിക്കുന്നു. നാണമില്ല മനുഷ്യ നിങ്ങൾക്ക്. ഊള മനുഷ്യൻ. മരുമകളുടെ ജോലി പോകാതിരിക്കാൻ നിങ്ങൾ അതിനാ ഇവരുടെ മുമ്പിൽ കൈകൂപ്പുന്നത്. എടാ, നിന്നോടാ ഞാൻ പറഞ്ഞു ഇനി മിണ്ടരുതെന്ന്. വാടാ എന്റെ കൂടെ വാ, ഇറങ്ങ്. വരാനല്ലേ പറഞ്ഞത്? പോടാ അങ്ങോട്ട്. പോടാ. നീ അവിടെ വരുന്നതേ. വീട്ടിലേക്ക് വന്ന് തരാണ് നിനക്ക് ഞാൻ. തരാണ്. ഇവിടെ സർ, സോറി സർ. ആക്സിഡന്റിന് ശേഷം അദ്ദേഹം മെന്റലി കുറച്ച് അപ്സെറ്റ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. എന്തായാലും ഈ ഓഫീസിൽ ഇങ്ങനൊരു സംഭവം ഫസ്റ്റാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിവിടെ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ എനിക്ക് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചെലങ്കെ അത് വിട്ടുകളാ. എല്ലാം കഴിഞ്ഞില്ലേ? നീ സീറ്റിൽ പോയി ജോലി ചെയ്. വാ, വരാൻ പറഞ്ഞില്ലേ? വാ, നീ കരയല്ലേ? കരയാതിരിക്കെ. എല്ലാം കഴിഞ്ഞില്ലേ? ധൈര്യം ഇട്ടിരിക്കെ.